അതായത് ഇപ്പോൾ ടിവിയിൽ കാണുന്ന കത്ത് വ്യാജമാണ് എന്നുള്ള വസ്തുതയ്ക്കാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ പിന്നാമ്പുറങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടോ അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ വന്നിരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ വന്നിരിക്കുന്നത് എന്റെ കത്ത് നിങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന കത്ത് വ്യാജമാണ്, അത് സത്യമുള്ളതല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ഈ സമാവറാണ് സത്യം, അവന്മാരും കൂടെ വന്നിട്ടില്ല. അത് മാത്രമല്ല, അന്നത്തെ ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ആ കച്ചറകളെ ഞാൻ ഇതിലെ വഴി നടത്തിയിട്ട് പോലുമില്ല. സാർ വേണമെങ്കിൽ കയറി നോക്കിക്കോ. ഇതിനകത്ത് ജോസ് കെ മാണിയെ പറ്റി പരാമർശമില്ല. ഇല്ല, തരില്ല. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ പ്രൂവ് ചെയ്യുന്നത് പറഞ്ഞാൽ എന്റെ ലെറ്റർ ഇതല്ല എന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് ഇത് മതി. കയറി നോക്കണം സാർ. വേണ്ട, ഇതിനകത്ത് ജോസ് കെ മാണിയെ പറ്റി പരാമർശമില്ല. അത് പറ്റില്ല. സാർ എന്നെ സംശയിച്ചു പോയ സ്ഥിതിക്ക് ഒന്ന് കയറി നോക്കിയേ പറ്റൂ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതിനകത്ത് ആവശ്യമില്ല. അത് നിങ്ങളെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രൊവോക്ക് ചെയ്ത് എന്റെ ഈ ലെറ്റർ വാങ്ങിക്കാന്ന് വെച്ചാൽ ഇത് എന്റെ അടുത്ത് നടക്കില്ല. അതായത് നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാനാണ് പറയുന്നത് എന്റെ ലെറ്റർ അതല്ലാന്ന്. അങ്ങനെ പറയരുത് സാർ, എന്റെ സമാധാനത്തിന് വേണ്ടിയാ. ഒന്ന് കയറി നോക്കണം സാർ. പക്ഷെ എന്റെ കൈയക്ഷരം അതല്ല എന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് ഈ ലെറ്റർ മതി. എന്റെ കൈയക്ഷരം അതല്ല. ഞാൻ എഴുതിയ ഇംഗ്ലീഷ് ലെറ്റർ ഇതാണ്. തപ്പ്. എന്റെ ലെറ്റർ എന്താ തപ്പ്? കാല് തമ്മിൽ കൂട്ടി മുട്ടണ് ഉള്ളിലി പോകണോ തിരിഞ്ഞോടണോ പണി പറ്റുമോ പുകിലാകുമോ ആക്കം കണ്ടപ്പോ നോക്കി പോയത് തലതെറിക്കണ കുറ്റാണോ വിളിച്ചിട്ടല്ല ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ വേല വെണ്ടടി കല്യാണി. അതുകൊണ്ട് സാർ ഒന്ന് കയറി നോക്കിയേ പറ്റൂ. ചേടാ, ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എടോ, ഒന്ന് കയറി നോക്കിയടോ. ഞാൻ ആ ലെറ്റർ വായിക്കാൻ തരുന്നില്ല സുഹൃത്തെ. കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്റെ രക്തമാണ് ഉള്ളത്. അത് എന്റെ രക്തമാണ്. അത് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അങ്ങോട്ട് വിട്ടാൻ പറ്റില്ലല്ലോ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കൂ. 30 പേജുണ്ട്. അങ്ങനെ അങ്ങോട്ട് വിട്ടാൻ പറ്റില്ലല്ലോ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കൂ. ഇപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ നോക്കൂ. എന്തോ പേജിന് ഇത് നിങ്ങൾക്ക് വിവരമില്ലേ? ഇത്രയും പേജ് ഉണ്ടെങ്കിൽ ഇത്രയും പേജ് അല്ല, വേണ്ട. ആ ബുദ്ധിയൊന്നും എന്റെ അടുത്ത് വേണ്ട. അതൊക്കെ പണ്ടത്തെ സരിത. ഞാൻ 25 കൊല്ലമായി കച്ചവടം തുടങ്ങിയിട്ട്. ഇതിനകത്ത് കള്ളന്മാരെ ഒളിപ്പിച്ചിരുത്താനല്ല ഈ കട നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ജോസ് കെ മാണിയുടെ പേര് മാത്രം, അല്ലെങ്കിൽ 1-2 പേര്, അത് സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് എന്ന് പറയാം. എന്താണ് വേറെ ഒരാളുടെ പേര് പറഞ്ഞേ? ഇനി ഇങ്ങോട്ട് വാ. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ നോക്ക്. ഇനിയിപ്പൊ എവിടെ ചെന്ന് നോക്കാനാ? ഇതിനകത്ത് 2 കൊല്ലം പഴം ഇരിപ്പുണ്ട്. ഇതും കൂടെ നോക്കിട്ട് പോയാ മതി. 2 കൊല്ലം പഴം. കണ്ടോരുണ്ട്, കണ്ണനുണ്ട്, കരിമുകിൽ വർണ്ണനുണ്ട്, നിലക്കാർ വർണ്ണനുണ്ട്. കണ്ണനെ കണ്ടോരുണ്ട്, കണ്ണനുണ്ടോ, കരിമുകിൽ വർണ്ണനുണ്ടോ, നിലക്കാർ വർണ്ണനുണ്ടോ. കണ്ണനെ കണ്ടോരുണ്ടോ. കണ്ടില്ല.